ഇടുക്കി തൊടുപുഴയിൽ തെരുവുനായ ആക്രമണം. മെയ്യാൻ വിട്ട ആടുകളെ നായകൾ കൂട്ടം ചേർന്ന് കടിച്ചു കൊന്നു. പട്ടയംകവല സ്വദേശി ജോയിയുടെ ആടുകളെയാണ് നായകൾ ആക്രമിച്ചത്. അപ്പം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് മഴ പെയ്തപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഓടി അങ്ങ് കയറി വന്നു. അപ്പം മഴ വന്നുകൊണ്ട് കയറി വന്നാലുള്ള നിർത്തുവിന് പ്രത്യേകിച്ച് നോക്കാൻ പോയില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞ് മേരി അഴിക്കാനായിട്ട് വന്നു. വെള്ളമൊക്കെ കൂട്ടി വെച്ചേച്ച് അപ്പോൾ എല്ലാത്തിനും അയച്ചു വിടുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുവേ, പാത്രം മറിച്ച് കളയായിരിക്കുക. അപ്പോൾ അവിടെ വന്നപ്പോൾ മേരി ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്നു. ഇങ്ങനെ ചേട്ടാ മുട്ടൻകുഞ്ഞിനെ പട്ടി കടിച്ച് കൊന്നെന്നും പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് വേറൊരെണ്ണത്തിനെ കടിച്ച് കൊന്നു ഇത് ചെയ്ത്. അപ്പോൾ പെട്ട ഇവിടെ ഇങ്ങനെ ഒരുമാതിരി തളർന്ന പോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെ കടിച്ചൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു മേരി വലിയ പെട്ട കുഞ്ഞവിടെ പോയി. അപ്പോൾ ഇതിൻ്റെ മൂത്ത കുഞ്ഞാത്, അതിനൊരു 1.5 വയസ്സായി, ഇതിനൊരു 6 മാസമായുള്ളൂ. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ല, നോക്കിയപ്പോൾ ഇതിവിടെ ചെത്ത് കിടക്കണം. വലിയ പെട്ടയുടെയും കഴുത്തിനിട്ട് കടി കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കഴുത്തിനിട്ടും കാലിലും ഉണ്ടല്ലേ, കഴുത്തിനിട്ടാണ് ശരിക്കും പല്ലിറങ്ങിയത്. വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ഉണ്ട്. ആഷിഖ്, എത്ര ആടുകളാണ് നായ കൊന്നത്? ഒപ്പം തന്നെ ഇതൊരു സ്ഥിരം തെരുവുനായ ശല്യമുള്ള ഒരു പ്രദേശമാണോ? ഹരി, ആ നിലയിൽ സ്ഥിരം തെരുവുനായ ആക്രമണം ഉണ്ടാകുന്ന ഒരു ഇടമല്ല. ഇതാദ്യമായാണ് ആ പ്രദേശത്ത് ഈ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ജോയി പറയുന്നത്. തൊടുപുഴയ്ക്ക് സമീപം മങ്ങാട്ടുകവലയിൽ, പട്ടയംകവലയിൽ താമസിക്കുന്ന ജോയിയുടെ വീട്ടിലാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 3 ആടുകളെ ഈ തെരുവുനായ ആക്രമിച്ചതിൽ 2 ആടുകൾ മരണപ്പെട്ടു. ഒരാടിന് പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ഉച്ചയ്ക്ക് മേയാൻ വിട്ട ആടുകളെ തെരുവുനായ കൂട്ടം വന്ന് ആക്രമിക്കുകയും തുടർന്ന് ശബ്ദം കേട്ട് എത്തി നോക്കുമ്പോഴായിരുന്നു ഈ ആടുകൾ മരിച്ചു കിടക്കുന്ന അവസ്ഥ കണ്ടത്. എന്നാൽ ഒരു ആടിനെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ ആടിന് തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമികമായ ചികിത്സ നൽകുകയും പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് എടുക്കുകയും അടക്കം ചെയ്തു. 2 ആടുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. ആ പ്രദേശത്ത് ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും തെരുവുനായയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ജോയി നാട്ടുകാരും പറഞ്ഞു വെക്കുന്നുണ്ട്. നായകളെ നിയന്ത്രിക്കാനുള്ള ഇടപെടൽ വേണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.